ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഔദ്യോഗിക മതമില്ല, വിശുദ്ധ ഗ്രന്ഥവും ആത്മീയ നേതാവുമില്ല. സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഭരണഘടനയും കാലത്തിനനുസരിച്ച് ഭേദഗതി ചെയ്യപ്പെടും. മതവിരുദ്ധതയല്ല, മതനിരപേക്ഷതയാണ് ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത്. മതസൗഹാർദ്ദമാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള BJPയുടെയും LDFന്റെയും ചില പരാമർശങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയേണ്ടി വരുന്നത്. ഇവിടെയാണ് കോൺഗ്രസ് ആരോപിക്കുന്ന BJP LDF ഡീലും ചർച്ചയാകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് ഡീൽ. ഇലക്ഷന്റെ ആദ്യ മണിക്കൂറുകളിൽ കേട്ടത് വിസ്മയമെന്ന വാക്കായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയും ഡീൽ ആരോപണം മാത്രം. ഡീൽ ആരോപണത്തിന് തുടക്കമിട്ടതാകട്ടെ കോൺഗ്രസും. CPMഉം BJPയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഡീലുണ്ട്. അത് UDF തിരിച്ച് അധികാരത്തിൽ വരാതിരിക്കാനാണെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഒന്നടങ്കം പറയുന്നു BJP LDF ഡീലുണ്ടെന്ന്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും BJPയുടെ നേരത്തെയുണ്ടായിരുന്ന ആക്രമണോത്സുകത ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് ഊന്നി പറയുന്നത്. ഈ ഡീൽ ഉറപ്പിക്കുന്നതാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിച്ചും മതം, ജാതി എന്നിവ പറഞ്ഞും വോട്ട് ചോദിക്കുകയാണ് BJPയും LDFും എന്നത്. പേരാമ്പ്രയിലെ കാഫിർ പോസ്റ്റ്, ഖൗം പരാമർശം, ഗുരുവായൂരിലെ വിവാദ ഫ്ലെക്സ് ബോർഡ് തുടങ്ങിയവ വർഗീയ ധ്രുവീകരണത്തിന് വഴിവെക്കുന്നതാണ്. ഇത് നടത്തുന്നതാകട്ടെ BJPയും LDFും. എന്നാൽ ഇങ്ങനൊരു ഡീലുമില്ലെന്നും തങ്ങളുടെ ആശയങ്ങളും ആദർശങ്ങളും വ്യത്യസ്തമാണെന്നും വർഗീയ പ്രചാരണത്തിലൂടെ വോട്ട് തേടില്ലെന്നുമാണ് LDFും BJPയും ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾക്കാണ് ഇപ്പോൾ നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം പേരാമ്പ്ര മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF പുറത്തിറക്കിയ അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ കേരളത്തിൽ വിവാദമാകുന്നത്. UDF സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയ മതം പറഞ്ഞ് വോട്ട് തേടുന്നു എന്ന തരത്തിലുള്ളതാണ് അനൗൺസ്മെന്റ്. 3 ദിവസം മുൻപാണ് വിവാദമായ മൈക്ക് അനൗൺസ്മെന്റ് ആരംഭിച്ചത്. നമ്മുടെ ഖൗമിലെ അഥവാ സമുദായത്തിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകൾ കയറി പറയുന്നതായാണ് അനൗൺസ്മെന്റ്. ഇത് ഒരു സമുദായത്തെ അവഹേളിക്കുന്നതാണ്. വടകര പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പിനിടയിൽ ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് തുല്യമാണ് പേരാമ്പ്രയിലെ ഈ സംഭവം. സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ അറിവോടെയാണ് റെക്കോർഡ് ചെയ്ത അനൗൺസ്മെന്റ് പ്രചരിപ്പിക്കുന്നതെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പറയുന്നു. വിദ്വേഷ പ്രചാരണം എന്ന വാക്ക് തങ്ങളുടെ ഡിക്ഷണറിയിൽ പോലും ഇല്ലെന്ന് വാദിക്കുന്നവരായ CPM BJPയേക്കാൾ ശക്തമായി വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ച് 4 വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വർഗീയ വിദ്വേഷം പടർത്തുന്ന രീതിയിൽ അനൗൺസ്മെന്റ് നടത്തിയെന്ന പരാതിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം നടന്നുവെന്ന പ്രാഥമിക കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി. അനൗൺസ്മെന്റ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ, മൈക്ക് പെർമിഷൻ രേഖകൾ, ഓഡിയോ ക്ലിപ്പ് എന്നിവ സഹിതമാണ് UDF ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ വാഹനം LDFന്റേതല്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ CPM ശ്രമിച്ചെങ്കിലും ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നതോടെ പാർട്ടി പ്രതിരോധത്തിലാകുകയായിരുന്നു. പ്രചാരണത്തിൽ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നായിരുന്നു TP രാമകൃഷ്ണന്റെ പ്രതികരണം. അപ്പോഴും തെറ്റ് സമ്മതിക്കാൻ രാമകൃഷ്ണനെ മനസ്സ് അനുവദിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിലുണ്ടായ കനത്ത തിരിച്ചടി CPMനെ ഭയപ്പെടുത്തുന്നതിന്റെ തെളിവാണ് ഈ സംഭവം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ നിന്ന് 19,085 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരുന്നു. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10ൽ 6 പഞ്ചായത്തുകളും UDF പിടിച്ചു. ഇതെല്ലാം LDF ക്യാമ്പിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ 8,000-ലേറെ വോട്ടിന്റെ മുൻതൂക്കം UDFനുള്ള സാഹചര്യത്തിൽ മതപരമായ ചേരിതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പോലും വിലയിരുത്തൽ. എന്നാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജനവികാരത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നത് CPMന്റെ വെറും വ്യാമോഹം മാത്രമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നും ഗുരുവായൂരപ്പന്റെ ഭൂമി ക്ഷേത്ര കച്ചവടക്കാരുടെ കയ്യിലാണെന്നുമാണ് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. കലാപത്തിന് പ്രകോപിപ്പിക്കുന്നതും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിനും കാരണമായേക്കാവുന്ന പ്രസ്താവനയാണ് ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ,
പക്ഷേ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന BJPയുടെ സംസ്ഥാനതല നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നത് അതീവ ഗൗരവകരമായ വിഷയമാണ്. ജനങ്ങളുടെ വോട്ടവകാശത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയുമാണ് ഗോപാലകൃഷ്ണൻ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗോപാലകൃഷ്ണനോട് ഒരു ചോദ്യം: ഡൽഹിയിൽ ജുമാ മസ്ജിദ് ഇരിക്കുന്നിടത്ത് മുസ്ലിം MLA ആണോ? നാഗപട്ടണത്ത് വേളാങ്കണ്ണി പള്ളി ഇരിക്കുന്നിടത്ത് ക്രിസ്ത്യൻ MLA ആണോ? ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ല. അപ്പോഴും വർഗീയ പ്രചാരണം തുടരും. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്. 2019-ലും 2024-ലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ BJPയും പ്രധാനമന്ത്രി മോദിയും വർഗീയതയുടെ രാഷ്ട്രീയം പയറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അത് തുടരുന്നു. ഇതേ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയും LDFും ശ്രമിക്കുന്നതെങ്കിൽ നിർഭാഗ്യകരമെന്നേ ഇതിനെ പറയാനാകൂ. വർഗീയതയും വിദ്വേഷത്തെയും വിജയത്തിനായി ആയുധമാക്കുന്ന BJPയും LDFും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. ഒരു മതവിഭാഗത്തിനും സവിശേഷ പരിഗണന ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ലെന്നും പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു മതവിഭാഗത്തിനും സംവരണമില്ലെന്നും ഇനിയും ഇരുവരും തിരിച്ചറിഞ്ഞിട്ടില്ല. വികസനം ചർച്ച ചെയ്യാനില്ലെങ്കിൽ വർഗീയത പറയുമെന്ന ആശയമാണ് BJPയും LDFും പിന്തുടരുന്നത്. മാത്രമല്ല, തുടർച്ചയായുള്ള BJPയുടെയും LDFിന്റെയും ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ നാടിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ തകർക്കുകയും ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിലെ LDF സർക്കാർ BJP നിയന്ത്രണത്തിലാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ശരിവെക്കുന്നതാണ് മേൽപ്പറഞ്ഞ സംഭവങ്ങൾ. UDFന്റെ എതിർഭാഗത്തുള്ളത് BJP LDF സംയുക്ത മുന്നണിയാണെന്നും കേരളത്തിൽ UDF വരുന്നത് BJP തടയുന്നത് അതുകൊണ്ടാണെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. തുടർച്ചയായി 2 വട്ടം സംസ്ഥാനത്ത് ഭരണത്തിലിരുന്ന LDF പിണറായി 3.0 ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും രംഗത്തിറങ്ങുന്നത്. നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ പോരാട്ടം. പക്ഷെ ഏത് വിധേനയും കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കില്ലെന്ന വാശിയിലാണ് LDFും BJPയും. അതിനുവേണ്ടിയുള്ളതാണ് ഇവരുടെ CJP സഖ്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്.